അവസാന സമയം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്നുള്ള തന്ത്രം ഇവിടെ ഉപയോഗിച്ചല്ലോ. അവസാന സമയം എന്താ ചെയ്തത്? ഇവിടുത്തെ UDF ആയാലും LDF ആയാലും അവസാന സമയം ചെയ്തത് വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളത്. എനിക്കെതിരെ ഞാൻ പള്ളികളിൽ പോകുന്നുണ്ട്, അവൻ ചിരിക്കുന്നുണ്ട്, നല്ല സൗമ്യമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇവൻ വർഗീയവാദിയാണ്, ഇവൻ RSSകാരനാണ്, ഇവൻ BJPക്കാരനാണ്, അതുകൊണ്ട് ഇവനെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടത്തേണ്ടി വന്നില്ല ഇവർക്ക്. എന്താ കാരണം? മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും നമുക്ക് സ്വീകാര്യത കിട്ടിയപ്പോൾ അത് പൊളിക്കണം. ഒരിക്കലും റെനീഷ് എന്ന വ്യക്തി ഇവിടെ വിജയിക്കാൻ പാടില്ല. UDF ജയിച്ചാലും വേണ്ടില്ല, LDF ജയിച്ചാലും വേണ്ടില്ല, BJPയുടെ ഒരു പ്രതിനിധി ജയിച്ചു വരരുത് എന്നുള്ള കാഴ്ചപ്പാട് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന നിലപാട് UDF LDF ഇവിടെയും സ്വീകരിച്ചല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്. കാരണം ഇവിടെ വികസനമല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ വികസനം ചർച്ച ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് മുന്നണികളും ജനങ്ങൾ ഒഴിവാക്കുമെന്ന് കൃത്യമായി, തിരസ്കരിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം പറഞ്ഞത് മതമാണ്. മതാടിസ്ഥാനത്തിൽ വോട്ടുകൾ ഭിന്നിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവിടെയും പ്രവർത്തിച്ചു. ഇതുതന്നെയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറ്. ഇവിടെ വികസനം ചർച്ച ചെയ്യാനോ നമ്മുടെ നാടിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല താല്പര്യം. അവസാനം വോട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മതം പറഞ്ഞാൽ മതി.